ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എറണാകുളത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ഇന്ന് നമ്മൾ വീക്കിലി അനലിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഞാനും എൻ്റെ വരയും എന്നുള്ള ക്ലാസ് ഇന്ന് നടന്നു. വളരെ മനോഹരമായിരുന്നു. എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കൂടാനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഒത്തിരി പേരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ നമുക്ക് ഇന്നൊരു അവസരം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ ഇടയിൽ ഇന്ന് ഒരു എല്ലാവരോടും കൂടിയൊരു ഓണസദ്യ ഇവിടെ കഴിക്കാനും ഇന്നിടയായി. ഓക്കെ, അപ്പം എല്ലാവരെയും കാണാനും സ്നേഹം പങ്കിടാനും സന്തോഷം പങ്കിടാനും ഒക്കെ ഒരുമിച്ചൊരു കൂട്ടായ്മ ഇന്ന് കിട്ടി. എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. അതിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, വീക്കിലി അനാലിസിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഓക്കെ, ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് മാർക്കറ്റ് ഫർദറായിട്ട് വീണാൽ 24,000 പൊട്ടും. 24,000 പൊട്ടിയാൽ പിന്നെ നമ്മൾ കാണുന്നത് 23,800 ഇപ്പോൾ 23,800 എന്ന് പറയുന്നത് ഒരു നിഫ്റ്റി ഒരു മേജർ സപ്പോർട്ട്. അപ്പം അത് ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അതുമാത്രമല്ല, സപ്പോസ് മുകളിലോട്ടൊരു അപ്സൈഡ് ഉണ്ടായാൽ നമുക്ക് ഒരു അപ്സൈഡ് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ 24,500 ക്രോസ് ചെയ്ത് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. 24,500 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് 24,000 ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് താഴെ പോയാൽ 23,800 നമ്മൾ കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിൽ നിലവിൽ ഉള്ളത്. ന്യൂസുകളെല്ലാം വളരെ നെഗറ്റീവാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂസുകളെല്ലാം വളരെ നെഗറ്റീവാണ്. ഓക്കെ, ട്രംപ് ഓരോരോ സമയത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് അതിനോട് പ്രതികരിക്കുന്നു. പക്ഷേങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പുടിനും ട്രംപുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് ഇങ്ങനെ കേൾക്കുന്നു. അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ആ മീറ്റിംഗ് നടക്കും എന്നൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും അതൊരു പോസിറ്റീവ് ന്യൂസാണ്. അത് സത്യമായാൽ, ഇല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ഫർദർ ഡൗണിനുള്ള സാധ്യത വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചാർട്ടിലോട്ടൊന്ന് നോക്കാം. ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീക്കിലി പോളാണ്. ഓക്കെ, നമ്മുടെ വീക്കിലി പോളിൽ ഏകദേശം 70% മുകളിൽ ആൾക്കാർ വീക്കിലിയിൽ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റി. അത് നമുക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. അത് എൻ്റെ കഴിവ് മാത്രമല്ല, നിങ്ങളുടെ അശ്രാന്ത പരിശ്രമമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതിനകത്ത് എനിക്ക് വലിയ റോളൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ട്രേഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ മനസാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ മനസാന്നിധ്യത്തോടെ ഈ പച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അതിന് എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. നിങ്ങളെ എല്ലാവരെയും നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഇൻഡിവിജ്വലായിട്ട് ട്രേഡ് ചെയ്യുന്നവരായിട്ട് കാണാനാണ് എനിക്ക് വളരെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രോഫിറ്റബിലിറ്റി നിലനിർത്താൻ ഈശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുള്ള ശക്തിയും കരുത്തും ബുദ്ധിയും ആരോഗ്യ വിവേകവും ഒക്കെ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വ്യാഴാഴ്ച എക്സ്പയറിയുടെ അന്ന് ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ 1:30 ശേഷം ഒരു ഡ്രാസ്റ്റിക് ഒരു റൺ നടത്തി ഇല്ലേ. ആ റൺ നടത്തിയതിന് ശേഷം പിറ്റേ ദിവസം അത്രയും തന്നെ ഒരു ഫോളും കൂടെ നമുക്ക് മാർക്കറ്റിൽ കിട്ടി. ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടായിരുന്നു. ഓക്കെ, ഒരു ഡ്രാസ്റ്റിക് മൂവ്മെൻറ്റ് നടത്തിയതിന് ശേഷം തിരിച്ച് അത്രയും തന്നെ മാർക്കറ്റ് എവിടെയാണോ റാലി തുടങ്ങിയത് അവിടെ തന്നെ മാർക്കറ്റ് വന്ന് അവശേഷിച്ചു. അപ്പം ഇവിടെ നമുക്ക് ഞാൻ ഇന്നിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. കാരണം കറക്റ്റ് നമ്മുടെ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് റിജക്റ്റ് ചെയ്തു, കൺഫർമേഷനായിട്ട് അടുത്ത റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. അവിടെ നിന്നൊരു നല്ല റാലി നമുക്ക് ഇവിടുന്ന് കിട്ടി. ധാരാളം പേര് അത് ക്യാപ്ചർ ചെയ്തു. അതിനുശേഷം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ വേ റാലിയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇതുപോലെ തന്നെ റാലി നടത്തിയ ശേഷം ഒരു 100 പോയിൻറ്റ് ഡൗൺ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു ഡൗൺ ഇവിടെ ആൾക്കാർ പ്രതീക്ഷിച്ചു, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നേരെ മാർക്കറ്റ് അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ മാർക്കറ്റ് വ്യാഴാഴ്ച ഇത്രയും എത്തിയപ്പോഴും നെക്സ്റ്റ് വീക്കിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,700-600 ഒക്കെ ശക്തമായിട്ടുള്ള കോൾ റൈറ്റിംഗ് ഉണ്ടായിരുന്നു.
കോൾ റൈറ്റിങ് ആൾക്കാരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഓക്കെ, അവരാരും അവിടുന്ന് അൺവൈൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പം അങ്ങനെയായിരുന്നെങ്കിൽ മാർക്കറ്റ് ഷോർട്ട് അവർ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് ഡ്രാസ്റ്റിക്കായിട്ട് മുകളിലോട്ട് പോയതിനും. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ഇവരെല്ലാവരും അവിടെ തന്നെ വട്ടം കൂടി നിന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഓക്കെ, അതിനർത്ഥം എന്താണ്? മാർക്കറ്റ് ഇനിയൊരു അപ്സൈഡും ഇല്ല, മാർക്കറ്റ് താഴോട്ട് തന്നെ വരാനാണ് സാധ്യത എന്നാണ് ആ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഇൻഡിക്കേഷൻസ്. അതുപോലെ തന്നെ കാരണം ആ സമയത്ത് FIS നമ്മൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ FIS ഏകദേശം 91% ഷോർട്ട് സൈഡിലാണ്. അവരൊരിക്കലും ആ ഷോർട്ടൊന്നും അവരാരും അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് വരാനുള്ളൊരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അതിനുശേഷം ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിൽ എത്രയാണോ കയറിയത് അതുപോലെ തന്നെ നമ്മുടെ ലൈനിൽ വന്ന് മാർക്കറ്റ് കൃത്യമായിട്ട് അവസാനിച്ചു. അപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ബിഗിനേഴ്സിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേ. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടായിരുന്നു. 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ റേഞ്ചിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്തു അല്ലേ. കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കൊരു ബിഗിനേഴ്സിനുള്ളൊരു ട്രേഡ് നമുക്ക് എങ്ങും കിട്ടിയില്ല. ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പക്ഷേ എത്ര കൺഫേംഡ് അല്ല എങ്കിലും ഒരു റിജക്ഷൻ ഇവിടുന്നുണ്ട്. കാരണം ഈ ഒരു റെഡ് ക്യാൻഡലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് റിജക്ഷനുള്ള ക്യാൻഡിൽ അല്ലെങ്കിൽ റീടെസ്റ്റ് സെറ്റപ്പ് ഇവിടെ ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് ഫോൾ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സെറ്റപ്പിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റി എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒക്കെ ഒരു സെക്കൻഡ് ഉറക്കം വരുന്നു. ഓക്കെ, അപ്പം ഇനി നമുക്ക് നാളെ എന്താണ് സംഭവിക്കുക, അടുത്ത ആഴ്ച സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേ ക്യാൻഡിലോട്ടൊന്ന് പോവാം. ഡേ ക്യാൻഡിൽ നോക്കിയാൽ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് വലിയൊരു റെഡ് ക്യാൻഡിലാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു വലിയ റെഡ് ക്യാൻഡിലാണ് നമ്മളിവിടെ കാണുന്നത്. അത് മാത്രമല്ല, ഈ റെഡ് ക്യാൻഡിൽ വന്ന് നിൽക്കുന്നത് ഒരു മേജർ സപ്പോർട്ടിലാണ്. നോക്കിക്കേ, 24,343 പറഞ്ഞൊരു മേജർ സപ്പോർട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളുടെ ഈ വെരി ബെയറിഷ് ക്യാൻഡിൽ. ഒരു നല്ല ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പം ഏതെങ്കിലും കാരണവശാൽ ഈ 24,343 ഏതെങ്കിലും കാരണവശാൽ ഇത് ബ്രേക്ക് ചെയ്ത് ഡേ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്താൽ ഫർദറായിട്ട് മാർക്കറ്റ് വീണാൽ 24,000 ടെസ്റ്റ് ചെയ്യും. 24,037 24,182 ഉണ്ട്, 24,037 ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 24,037 വീണാൽ, ഈ 24,037 വീഴുവാണെന്നുണ്ടെങ്കിൽ 23,810 നമ്മൾ ഈ ആഴ്ച കാണേണ്ടി വരും. അപ്പം അത് മാർക്കറ്റിനെ നയിക്കുന്നത് ന്യൂസുകളാണ്. മാർക്കറ്റിനെ നയിക്കുന്നത് നമ്മുടെക്കെതിരെയുള്ള താരിഫിൻ്റെ പ്രശ്നമാണ് മാർക്കറ്റിനെ ഇത്ര ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് നയിക്കുന്നത്. അപ്പം അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് സഞ്ചരിക്കാൻ പോകുന്നത് ന്യൂസിൻ്റെ പുറകെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ന്യൂസിൻ്റെ പുറകെ സഞ്ചരിക്കുമ്പോൾ മാർക്കറ്റ് ഏത് നിമിഷവും ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നിലവിലത്തെ അവസ്ഥയിൽ അങ്ങനെ വലിയ ഗുഡ് ന്യൂസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വക ഇതുവരെയായിട്ടും കാണുന്നില്ല. ഫർദറായിട്ട് ട്രംപിന് കലി കയറി എന്തെങ്കിലും പറയുന്നില്ല. കാരണം ഇന്ത്യ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ പുതിയ ചർച്ചകളൊക്കെ ധാരാളം നടത്തുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രംപിനെ കൂടുതൽ വിരൽ പിടിപ്പിക്കും. അപ്പം വീണ്ടും കൂടുതൽ പണി വരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇനി എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ആഴ്ച വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ്. എന്തായിരിക്കും ഫർദർ എസ്കലേഷൻ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് അറിയണം. അപ്പോൾ നമുക്കിനി 5 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് നമുക്ക് വരാം. 5 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ കറക്റ്റ് നിൽക്കുന്നത്, നമ്മൾ വരച്ച വരയിലാണ് നിൽക്കുന്നത് കേട്ടോ. വരച്ച വരയിൽ, ഈ വരച്ച വരയിൽ നിന്നും മാർക്കറ്റ് അടുത്തത് 24,182 അടുത്ത ടാർഗറ്റ് താഴോട്ടുള്ളത്.
അതിനുശേഷം 24.037 ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലേ. ഈ 24.037 ഇമ്പോർട്ടൻ്റ് ആണ്. 24.037 ബ്രേക്ക് ചെയ്താൽ 23.810 നമ്മൾ കാണേണ്ടി വരും. ഈ 23.810 മേജർ സപ്പോർട്ട്. നിഫ്റ്റിക്ക് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് മേജർ സപ്പോർട്ട് 23.810 ഇത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതാണ് നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കേണ്ടത്. ഇത് പൊട്ടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിവാരം കാണേണ്ടി വരും. ഓക്കെ, എന്തായാലും മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 24,500 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ധാരാളം കോളുകൾ അതാണ് ഈ ഇടയ്ക്ക് മിസ്സായി പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,500 ഈ പച്ച ലൈൻ 24,500 ടെസ്റ്റ് ചെയ്യണം. 24,500 ടെസ്റ്റ് ചെയ്ത് മുകളിൽ പോയി ക്രോസ് ചെയ്ത് ഹോൾഡ് ആയാൽ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്താൽ, ഓക്കെ, സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഹൈ ആണ് പിന്നെ നമുക്ക് ഫർദറായിട്ട് മുകളിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹൈ. പക്ഷേ അടുത്ത ദിവസങ്ങളിലേക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ ഇതിനെ വാച്ച് ചെയ്യുക. 24,343 ഇവിടെ എന്ത് സംഭവിക്കുന്നു, താഴോട്ടാണ് മുകളിലോട്ടാണ്, അതിനനുസരിച്ച് മാർക്കറ്റ് നമ്മൾ ഓൾറെഡി ലൈനുകളെല്ലാം വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. എല്ലാ ലൈനുകളും നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. ആ ലൈനുകളിലൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്താണ് സംഭവിക്കുന്നത് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിനനുസരിച്ച് ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇന്ന് എനിക്കറിയാം കുറച്ച് ലാഗുണ്ട്, കാരണം ഞാനിപ്പം നിലവിൽ എറണാകുളത്ത് ആ ഹോട്ടലിൽ തന്നെയാണ്, പോയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് രാവിലെ അങ്ങ് പോകാമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഇത്ര വളരെ ഫാസ്റ്റായിട്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും ഈ വീഡിയോ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ലാഗുണ്ട് എനിക്കറിയാം, നിങ്ങൾ ക്ഷമിക്കുക. അപ്പം വിശദമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച നാട്ടിൽ നിന്ന് അവിടെ നിന്നായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് പെന്നും നോട്ട് പാഡും ഒക്കെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം മാർക്കറ്റിനെ പറ്റി ഈ ആഴ്ചത്തേക്കുള്ളൊരു സമ്മറി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ 24,343 ശ്രദ്ധിക്കുക, 23,800 ശ്രദ്ധിക്കുക. 24,182 പൊട്ടിയാൽ താഴോട്ട് ഫർദറായിട്ട് പോകും. ബാക്കി പിന്നെ 23,800 നമ്മൾ കാണേണ്ടി വരും. മുകളിലോട്ട് പോകണമെങ്കിൽ 24,500. അതിന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് നമ്മൾ മുകളിലോട്ടും കാണും. ഇതാണ് നിലവിൽ ഉള്ള അവസ്ഥ. പിന്നെ അടുത്തത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് 54,560 ഒക്കെ നമ്മൾ കാണേണ്ടി വരും. HDFC നോക്കുക, HDFC 2,000 ഒക്കെ പൊട്ടി പാളീസായി 1978 റേഞ്ച് നിൽക്കുകയാണ്. 1978 നമ്മുടെ ബർത്ത്ഡേയിൽ നിൽക്കുകയാണ്. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നോക്കുക. 1973 ഇല്ലേ. അപ്പം ഇനിയും 78 സസ്റ്റെയിൻ ചെയ്യുമോ അതോ 56 എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ. റിലയൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സപ്പോർട്ട് പൊട്ടിച്ച് നിൽക്കുകയാണ്. 1368 സപ്പോർട്ട് പൊട്ടി തകർത്ത് നിൽക്കുകയാണ്. ICICI ആണെങ്കിലും നോക്കുകയാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നല്ല ഒരു ബെയറിഷ് സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അതിനിടയിൽ ICICIയുടെ പുതിയൊരു നോട്ടീസ് വന്നിട്ട് ഒരു പുതിയ വാർത്ത കാണുന്നത് എന്താണ്, 50,000 രൂപയൊക്കെ മിനിമം ഫീസായി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നുണ്ട്. അറിയത്തില്ല എന്താണെന്നുള്ളത്. അടുത്ത കോട്ടക് ബാങ്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫോളാണ്. 1928 ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത, അല്ല അതിന് താഴെ പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും മിഡ് ക്യാപ്പിനെ കൂടെ നോക്കാം. മിഡ് ക്യാപ്പിന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് പൊട്ടി പഴയ ലൈനിൽ തന്നെ എത്തി നിൽക്കുകയാണ്. 12,352 ടെസ്റ്റ് ചെയ്യുന്നത് നോക്കുക. ഇല്ലേ 12,575 പൊട്ടി മേലോട്ട് കയറുന്നുണ്ടോ നോക്കുക. അല്ലെ 12,352 ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാർക്കറ്റ് ആ സൈഡിലോട്ടായിരിക്കും യാത്ര ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിൽ പറയാൻ. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ വീക്കിലി പോൾ വന്നു, നല്ല റിസൾട്ടുണ്ട്, നല്ല രീതിയിലുള്ള റിസൾട്ടുണ്ട്. ഓക്കെ, അപ്പം അത് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ വീക്ക് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.